ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ഫസ്റ്റ് ഓൺ 24 വിശ്വനാഥ് സിൻഹ പുതിയ ചീഫ് സെക്രട്ടറി ആകും. തിഗൽ ലഗിന്റെ പകരക്കാരൻ അല്ലെങ്കിൽ പിൻഗാമിയായി വിശ്വനാഥ് സിൻഹ എത്തുമെന്നുള്ളതാണ്. നിലവിൽ ആഭ്യന്തര സെക്രട്ടറിയാണ്. 1992 ബാച്ച് ഉദ്യോഗസ്ഥനാണ് വിശ്വനാഥ് സിൻഹ. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, എന്തായാലും കാലാവധി തീരാൻ ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ജയതിലകനെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും പടിയിറക്കം ഈ സർക്കാരിൻ്റെ കാലത്ത് തുടർന്നു പോകുന്ന കാര്യത്തിലുമൊക്കെ തന്നെ അദ്ദേഹത്തിനും പെട്ടെന്നൊരു മടക്കം അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും വിശ്വനാഥ് സിൻഹ ഇനി പുതിയ ചീഫ് സെക്രട്ടറിയായി മാറുന്നു. അനിൽ, സംസ്ഥാനത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറിയായി വിശ്വനാഥ് സിൻഹയെ നിയമിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചിരിക്കുന്നു. നിലവിലുള്ള ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് ഈ മാസം 30-ന് വിരമിക്കുകയാണ്. ആ ഒഴിവിലേക്കാണ് വിശ്വനാഥ് സിൻഹയെ സംസ്ഥാന ചീഫ് സെക്രട്ടറിയായി നിയമിക്കുന്നത്. മന്ത്രിസഭായോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു. കാരണം അടുത്ത 30-ാം തീയതിക്ക് മുമ്പ് ഇനി മന്ത്രിസഭായോഗമില്ല. അതുകൊണ്ടാണ് ഇന്ന് അജണ്ടയ്ക്ക് പുറത്തുള്ള വിഷയമായി ഈ വിഷയം പരിഗണിച്ചത്. എന്തായാലും തീരുമാനം വന്നിരിക്കുന്നു. സംസ്ഥാനത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറിയായി നിലവിലുള്ള ആഭ്യന്തര സെക്രട്ടറി വിശ്വനാഥ് സിൻഹയെ നിയമിക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ മന്ത്രിസഭായോഗം കൈക്കൊണ്ടിരിക്കുന്നത്. 1992 ബാച്ച് IAS ഉദ്യോഗസ്ഥനായ വിശ്വനാഥ് സിൻഹ സംസ്ഥാനത്ത് പൊതുഭരണം, ധനകാര്യം അടക്കമുള്ള നിർണായക വകുപ്പുകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം ഉത്തരേന്ത്യൻ സ്വദേശിയാണ്. ഒപ്പം തന്നെ ഡൽഹി കേരള ഹൗസിന്റെ റെസിഡന്റ് കമ്മീഷണർ ചുമതലയുമൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. നിലവിൽ സംസ്ഥാന സർവീസിലുള്ള ഏറ്റവും സീനിയറായ ഉദ്യോഗസ്ഥ എന്ന നിലയ്ക്കാണ് വിശ്വനാഥ് സിൻഹയെ ചീഫ് സെക്രട്ടറിയായി പരിഗണിച്ചത്. നേരത്തെ ഇപ്പോഴത്തെ ധനകാര്യ സെക്രട്ടറി KR ജ്യോതിലാലിനെയും ചീഫ് സെക്രട്ടറിയായി പരിഗണിക്കുമെന്ന് സൂചനകളുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് 2029 വരെ സർവീസ് ഉള്ളതുകൊണ്ട് തന്നെ ഈ വിശ്വനാഥ് സിൻഹയ്ക്ക് അത്രയും സർവീസ് ഇല്ല. അതുകൊണ്ട് ജ്യോതിലാലിന് വീണ്ടും അവസരമുണ്ട് എന്ന് കണക്കാക്കിയാണ് ഇപ്പോൾ വിശ്വനാഥ് സിൻഹയെ ചീഫ് സെക്രട്ടറിയായി നിയമിച്ചിരിക്കുന്നത്. എന്തായാലും നിർണായകമായ തീരുമാനം വന്നിരിക്കുന്നു. വിശ്വനാഥ് സിൻഹ സംസ്ഥാനത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറിയാകും. ഇതിൽ തന്നെ ഈ മന്ത്രിസഭയുടെ ഈ IAS തലപ്പത്തെ വലിയ അഴിച്ചുപണി വന്നപ്പോൾ ഏറ്റവും നിർണായകമായ സ്ഥാനങ്ങൾ കിട്ടിയ ഒരാളാണ് വിശ്വനാഥ് സിൻഹ. അദ്ദേഹം ആഭ്യന്തര വകുപ്പിലേക്ക് തന്നെ വന്നതുപോലും വളരെ കൗതുകരമായിരുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് വന്ന ഒരു തീരുമാനമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും അദ്ദേഹത്തിന് കുറച്ചുകൂടി ഉത്തരവാദിത്തങ്ങളിലേക്ക് അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി ആവുന്ന IAS തലപ്പത്തേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, അല്ലേ? തീർച്ചയായും നിലവിൽ സംസ്ഥാന സർവീസിലെ ഏറ്റവും നിർണായകമായ ഒരു വകുപ്പ് എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പാണ്. ആഭ്യന്തര വകുപ്പിന്റെ സെക്രട്ടറിമാർ, ഹോം സെക്രട്ടറിമാരാണ് സാധാരണ നിലയിൽ സീനിയറായ IAS ഉദ്യോഗസ്ഥരായി ചീഫ് സെക്രട്ടറിക്ക് തൊട്ട് താഴെ സേവനമനുഷ്ഠിക്കാറുള്ളത്. കാരണം സീക്രട്ട് ഫയൽസ് അടക്കം വരുന്ന ഏറ്റവും നിർണായകമായ തസ്തികയാണ് ഹോം സെക്രട്ടറിയുടെ പോസ്റ്റ്. അവിടെയാണ് ഇപ്പോൾ വിശ്വനാഥ് സിൻഹ പ്രവർത്തിക്കുന്നത്. മുൻ സർക്കാരിന്റെ കാലത്തും ആ സർക്കാരിന്റെ ഏറ്റവും വിശ്വസനായ ഉദ്യോഗസ്ഥരിൽ ഒരാളായിരുന്നു വിശ്വനാഥ് സിൻഹ. എങ്കിൽ പോലും സംസ്ഥാന സർവീസിൽ ഇപ്പോൾ നിലവിലുള്ള IAS ഉദ്യോഗസ്ഥരിൽ ഏറ്റവും സീനിയർ വിശ്വനാഥ് സിൻഹയാണ്. മറ്റ് IAS ഉദ്യോഗസ്ഥരിൽ ഇപ്പോൾ ചീഫ് സെക്രട്ടറി ആയിരിക്കുന്ന ജയതിലകനേക്കാൾ സീനിയറായ ഉദ്യോഗസ്ഥർ കേരള കേഡറിലുണ്ട്. അത് മനോജ് ജോഷി, അതോടൊപ്പം തന്നെ സഞ്ജയ് കൗശിക് അടക്കമുള്ള ഉദ്യോഗസ്ഥരാണ്. മനോജ് ജോഷി കേന്ദ്ര നഗരകാര്യ മന്ത്രാലയത്തിന്റെ സെക്രട്ടറിയാണ്. അദ്ദേഹം കേരളത്തിലേക്ക് സർവീസ് വരുന്നില്ല എന്ന താല്പര്യം വരാനില്ല എന്ന കാര്യം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. സഞ്ജയ് കൗശിക് ഇപ്പോൾ ADB-യിൽ ഉദ്യോഗസ്ഥനാണ്. ADB സർവീസിലേക്ക് പോകാൻ കേരളത്തിൽ നിന്ന് അദ്ദേഹം VRS എടുക്കുകയാണ് എന്നുള്ള വിവരങ്ങളും നേരത്തെ ഉണ്ടായിരുന്നു. എന്തായാലും സംസ്ഥാന സർവീസിലുള്ള ഏറ്റവും സീനിയറായ IAS ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്കാണ് വിശ്വനാഥ് സിൻഹയെ സംസ്ഥാന ചീഫ് സെക്രട്ടറിയായി നിയമിക്കാനുള്ള നിർണായകമായ തീരുമാനമെടുത്തത്. എന്തായാലും ജ്യോതിലാൽ ചീഫ് സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുമെന്നുള്ള ശക്തമായ സൂചനകളുണ്ടായിരുന്നു. ജ്യോതിലാൽ കേരളത്തിലെ ഏറ്റവും സീനിയറായ മലയാളി ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളാണ്. അദ്ദേഹത്തിന് 2029 വരെ തുടർച്ചയായ സർവീസും ഉണ്ടായിരുന്നു. 1993 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ്. എന്നാൽ അദ്ദേഹത്തിന് ഇനിയും വിശ്വനാഥ് സിൻഹ വിരമിച്ചാലും ചീഫ് സെക്രട്ടറിയായി വരാനുള്ള അവസരമുണ്ട് എന്ന് കണക്കാക്കിയാണ് വിശ്വനാഥ് സിൻഹ തന്റെ സീനിയോറിറ്റി പരിഗണിക്കണമെന്ന് സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഇത് അനുസരിച്ചാണ് ഇപ്പോൾ തീരുമാനമെടുത്തത് എന്ന് വേണം മനസ്സിലാക്കാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.